നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. പിണറായിയുടെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡ് നാടകം കേരളത്തിലെ ജനതയെ ഒന്നടങ്കം വിഡ്ഢികളാക്കുന്ന ഒന്നായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നീണ്ട 6 മണിക്കൂറിലധികം എല്ലാ ഇടങ്ങളിലും ഇ.ഡി. റെയ്ഡ് നടന്നു. രാവിലെ തന്നെ എല്ലാ പ്രധാന ഇടങ്ങളിലും നേതാക്കളും പ്രവർത്തകരും എത്തുന്നു. ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ വമ്പൻ പ്രതിരോധം തീർക്കുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥർ പുറത്തു വരുമ്പോൾ അവരുടെ കാർ തല്ലിപ്പൊട്ടിക്കുന്നു. തല്ലിപ്പൊട്ടിച്ചവരെ നേതാക്കളാരും ഇടപെട്ട് പിന്തിരിപ്പിച്ചില്ല. ഇതിനെല്ലാം ശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പുറത്തു വന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്നറിഞ്ഞിട്ടും കഴിഞ്ഞ 10 വർഷം അദ്ദേഹം തുടർന്നു പോയതുപോലെ ഒരു കാര്യം ഇന്നും അദ്ദേഹം ചെയ്തു. ഇതിനെല്ലാം കാരണക്കാരായ ബി.ജെ.പി. സർക്കാരിനെയോ അമിത്ഷായെയോ നരേന്ദ്രമോദിയെയോ അദ്ദേഹം വിമർശിച്ചതേയില്ല. മോദിയുടെ പേര് എന്നത്തെയും പോലെ ഇന്നും പിണറായി അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് ഉച്ചരിച്ചില്ല. മറിച്ച് ആരോപണം മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ നേരെ ചൊരിഞ്ഞു. പ്രവർത്തകരാകട്ടെ എല്ലാ ആക്രമണങ്ങളും കേരള പോലീസിന് നേരെ നടത്തുന്നു. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വെറും ഒരാഴ്ച തികഞ്ഞതേയുള്ളൂ. ആ ഘട്ടത്തിലാണ് ഇതുപോലെ ഒരു അന്വേഷണാഭാസം അരങ്ങേറുന്നത്. അന്വേഷിച്ച സംഘമാകട്ടെ കണ്ണൂരിൽ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷം പിരിഞ്ഞു പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ നടന്ന രാഷ്ട്രീയ നാടകം പകൽ പോലെ വ്യക്തമാണ്. ഒരാഴ്ച കൊണ്ട് കേരളത്തിൻ്റെ മനസ്സ് കവർന്ന UDF സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള ബോധപൂർവമായ ശ്രമം ബി.ജെ.പി. CPM കൂട്ടുകെട്ടിൽ വിരിഞ്ഞതാണോ എന്ന് സംശയം ബലപ്പെടുകയാണ്. രാവിലെ മുതൽ സകല CPM നേതാക്കളും ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയെയും കേരളത്തിലെ UDF സർക്കാരിനെയുമാണ്. അന്വേഷിക്കുന്നത് ഇ.ഡി. ആണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സത്യത്തിൽ CPM നേതാക്കൾ ഒരുപോലെ എല്ലാ ഇടങ്ങളിലും നിന്ന് കോൺഗ്രസിനെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിപ്പട്ടികയിൽ നിർത്തിയതെന്ന് രാഷ്ട്രീയ കേരളം വളരെ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടത് ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ മുതിർന്ന CPM നേതാക്കൾ എല്ലാവരും ശ്രമിച്ചു. ഇത് കണ്ടാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് തോന്നും. പുതുതായി നിലവിൽ വന്ന ഒരു സർക്കാർ ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ജനതയെ ഒന്നടങ്കം കയ്യിലെടുത്ത് മുന്നോട്ടു പോകുന്ന അഭിമാനകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ദഹിക്കാത്ത CPM സത്യത്തിൽ ആരോപണത്തിൻ്റെ കുന്തമുന കോൺഗ്രസിനെതിരെ തിരിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന SFI സമരം എന്തിനു വേണ്ടിയായിരുന്നു? വെള്ളം ചീറ്റുന്ന പമ്പുകളെപ്പോലും നാശനഷ്ടം വരുത്തിയവർ. എന്നിട്ടും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പ്രകോപനം പോലും ഉണ്ടായില്ല എന്ന് നമ്മൾ കാണണം. ഇന്നും ഇത്രയധികം രൂക്ഷമായ ആക്രമണമുണ്ടായിട്ടും കേരള പോലീസ് സംയമനം പാലിക്കുന്ന കാഴ്ച കേരളത്തിലെ പോലീസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് കേരള പോലീസിനെതിരായി ഒരാരോപണം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നമ്മൾ കണ്ടത്. നോക്കൂ, ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം കേരള പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്റ്റോറികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പുതിയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പേരിൽ CPM BJP കൂട്ടുകെട്ട് നടത്തി എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. വന്ന ഉദ്യോഗസ്ഥർക്ക് അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. കൂടാതെ രാഹുൽ ഗാന്ധിയെ അതിനിശിതമായി വിമർശിക്കുന്ന ഒരു പിണറായി വിജയനെയും. സത്യത്തിൽ പിണറായി വിജയൻ എന്ന 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറുമ്പോൾ അലകും പിടിയും മാറുക തന്നെ ചെയ്യും. ആക്രമണമാണ് അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര. ആ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് പാരമ്പര്യമുള്ളയാളാണ് പിണറായി വിജയൻ. കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കപ്പെട്ട ഈ കേരളത്തിൻ്റെ മണ്ണിൽ അതൊരുപക്ഷെ ഇനി തുടർക്കഥയാകും. ധീര രക്തസാക്ഷികൾ ഇനി ഒരുപാട് CPMൻ്റെ പേരിൽ പിറവി കൊള്ളുകയും ചെയ്യും. കേരളം വളരെ ഗൗരവത്തോടു കൂടി കാത്തിരിക്കണം.